ഞാനൊരു ഉഗ്രം പ്രിപ്പറേഷൻ പറഞ്ഞുതരാം. നേന്ത്രക്കായ എടുത്ത് ചെറുതായിട്ട് നുറുക്കുക. അങ്ങനെ തൊലിയോടെ? തൊലി കളഞ്ഞേക്ക. എന്നിട്ട് 1 കിലോ നെയ്യ്, 2 കിലോ ശർക്കര, ഏലം, ചുക്ക്, ഗ്രാമ്പ് ഇവ സമാസം. എന്നിട്ട് വേവിച്ച് നല്ലതുപോലെ വരട്ടി എടുക്കുക. തേങ്ങാപ്പാലെടുത്തൊഴിച്ച് തിളപ്പിച്ച് വരട്ടി വാറ്റിയെടുക്കുക. നേന്ത്രപ്പഴ പ്രഥമൻ. എന്നിട്ട് വായ്മൂടി കെട്ടിയ ഒരു കുടത്തിലെടുത്ത് നിന്റെ നിറുകന്തലേ തല്ലി പൊട്ടിക്കാം. എടാ, ഒരു സാമ്പാറിനുള്ള കൂട്ടങ്ങൾ എങ്ങനെ വാങ്ങിക്കുന്നോർത്ത് പാടുപെടുമ്പോഴാണ് അവന്റെ പ്രമദനും വായ്മൂടി കെട്ടിയ കുടവും. വെറുതെ മനുഷ്യനെ പറഞ്ഞു കൊതിപ്പിക്കല ഹരിചന്ദ്ര. അതെ, അടപ്പത്ത് വെള്ളം തിളച്ചു. ഇഡ്ലി ചെമ്പ് പഴം പുഴുങ്ങാനെ വെച്ച് വെക്കുക. ഇൻട്രൊക്കെ പിന്നീട് കാണിച്ചു. ആവി പോയിട്ടുണ്ട്. പഴം പുഴുങ്ങാൻ വെച്ചു. ഇനി ഇൻട്രോ എടുത്തോ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. അല്ല പറഞ്ഞോ. അല്ല, ഇനി ഇൻട്രോ എടുക്കാം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്നലെ സജിതയ്ക്ക് ആരാ സജിത? നാവ് പറഞ്ഞാണ്. സരിതയ്ക്ക് ഇന്നലെ ഒരു വെളിപാടുണ്ടായി. അല്ലേ, വെളിപാടല്ലേ? എന്തെങ്കിലും പറയും ചേട്ടൻ, ഞാൻ പെട്ടെന്ന് കേക്കാം. അവള് പറയാൻ വന്നിട്ട് പറഞ്ഞു അവൾക്ക് പഴം പ്രഥമൻ പായസം കുടിക്കാൻ കൊതിയായിട്ട് പാടുന്നില്ല. അത് ഞാൻ യൂട്യൂബിൽ ഷോർട്സ് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഒരു സിനിമയിലത്തെ ഭാഗം കണ്ടു. സിദ്ദിഖും ജഗദീഷും നടന്ന് വർത്താനം പറയുമ്പോ കണ്ടിട്ട് ചേട്ടനാ ഷോർട്സ്? ഏതോ ഒരു സിനിമയിലത്തെ ഒരു ഭാഗം ഷോർട്സ് ആയിട്ട് യൂട്യൂബില്. അപ്പോ ജഗദീഷ് പറയണേ, അയ്യോ ഒരു കൊല പഴമായിട്ട് വാങ്ങിക്കായിരുന്നു അല്ലേ എന്ന് പറയും സിദ്ദിഖ്. അതെനിക്ക് ഓർമ്മയില്ല. അപ്പൊ ജഗദീഷ് പറയും, ഈ പഴം വാങ്ങിയിട്ടില്ലേ, പഴം പ്രഥമൻ ഉണ്ടാക്കാൻ പറ്റും. ഈ പഴം എടുക്കുക, എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക, അങ്ങനെ പറഞ്ഞിട്ട് ഈ പായസം ഉണ്ടാക്കുന്ന പ്രോസസ്സ് അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കുടിക്കാൻ തോന്നി. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു, പഴം പ്രഥമൻ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. എനിക്ക് കുടിക്കാൻ തോന്നണമെന്ന് പറഞ്ഞു. അപ്പൊ നിനക്ക് ഞാൻ നാളെ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാക്ക് പാലിച്ചിരിക്കുകയാണ്, വാക്ക് പാലിക്കാൻ പോകുകയാണ്. പഴം അടിപൊളി പഴം കിട്ടിയിട്ടുണ്ട്. കണ്ട, അത്ര ഭയങ്കര പഴുത്ത പഴല്ലാട്ടാ. ഞാൻ തുറന്നു കാണിക്കില്ല, വെക്കണ കണ്ടല്ലോ. ഇത്ര സമയം എന്തായിരുന്നു തീ കത്തല്? ഇപ്പൊ തീ കെട്ടും. കുഴപ്പമില്ല എന്നാ. അപ്പൊ പഴാവണ്ടേ? പഴായിട്ടല്ല അടുത്ത പരിപാടി. ഞാൻ പഴം മുന്നേ പറഞ്ഞതാ അവിടെ പുഴുങ്ങാൻ വെക്കാന്ന്. അപ്പോഴാണെങ്കിൽ ഇപ്പൊ പരിപാടി തുടങ്ങിയിരുന്നു. വീടിന്റെ അകത്ത് വെച്ചിട്ട് പഴം പുഴുങ്ങിട്ട് കൊണ്ടുവരാന്ന് സരിത പറഞ്ഞായിരുന്നു. ഞാൻ കൂട്ടാക്കിയില്ല, സരിത പറഞ്ഞ് കേട്ടില്ല. അല്ലെങ്കിൽ ഏതാ ഞാൻ പറഞ്ഞ വല്ലതും കേൾക്കാറുണ്ട്. പഴം പായസം വെക്കുന്നില്ലേ? കണ്ട, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? ഇവിടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നടപ്പിലാക്കി കൊടുക്കുന്നത് മനസ്സിലായില്ലേ? ചേട്ടന് ഇഷ്ടമുള്ള പായസം ആയതുകൊണ്ടാണ്. എനിക്ക് പാലട പ്രഥമനാണ് വേണമെന്ന് പറയണ വെച്ചൊരു തേങ്ങയാണ്. പായസം ചേട്ടന് ഇഷ്ടമല്ല, അപ്പൊ വെക്കില്ല. അത് സേമിയ പായസം അതൊക്കെ എനിക്ക് ഇഷ്ടാ. പക്ഷെ അതൊന്നും ഇവിടെ വെക്കാറില്ല. സേമിയ പായസം ആരും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സരിത മാത്രം ജഗ് കുടിക്കില്ല, ഞാൻ കുടിക്കില്ല. ചേട്ടൻ മാത്രം കഴിക്കുന്ന സാധനം ചേട്ടൻ ഉണ്ടാക്കാറുണ്ടല്ലോ. ഞാനും ജഗ്ഗും കഴിക്കാത്തത്. മീൻ വറുക്കണത് ഞങ്ങള് കഴിക്കാറില്ലേ? ആ വലിയ കട്ടി കൂടിയ മീൻ വറക്കണതൊന്നും ഞങ്ങള് കഴിക്കാറില്ല. ആൾക്കാർക്ക് കേൾക്കുമ്പോ ജാതി പോലെ തോന്നി, കണക്ക് പറച്ചില്. ഞാൻ കഴിച്ചു, നീ കഴിച്ചു, തിന്നണ സാധനങ്ങളുടെ അതൊരു രസല്ലേ. പഴപ്രഥമൻ പായസം ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളത്, ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കൊല്ലം മുന്നേ? 40 കൊല്ലം മുന്നേ. 40 അതിന് മുന്നേ അച്ഛനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യമായിട്ട്. അപ്പോൾ ഞാൻ സദ്യക്ക് പോയിട്ടുള്ള കാര്യം പറയട്ടെ. സദ്യക്ക് ആദ്യമായിട്ട് പഴപ്രഥമൻ പായസം കുടിച്ചിട്ടുള്ള കാര്യം പറയട്ടെ. അത് ഭയങ്കര ഒരു ത്രില്ലിങ് സ്റ്റോറിയാണ്. ത്രില്ലിങ് എന്ന് പറഞ്ഞാൽ നാണക്കേടിന്റെ ഒരു സ്റ്റോറിയാണ്. അത് വേറെ, അത് ഞാൻ പിന്നെ പറയാം. ഇളക്കുമ്പോ പറയാം. പറഞ്ഞൂടെ? അത് പുഴുങ്ങാൻ സമയം എടുക്കും. ഇത് നിപ്പിയാവും. ഇല്ലില്ല, ചേട്ടാ പറഞ്ഞ കഥ പറഞ്ഞ. പഴപ്രഥമൻ പണ്ട് കാലത്ത് വീടുകളിൽ ഉണ്ടാക്കി കൊടുത്തത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഓണക്കാലത്ത് നേന്ത്രപ്പഴം വാങ്ങിക്കുന്ന എല്ലാ വീട്ടിലും, ഞങ്ങളുടെ വീട് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കായ്കൊല നേന്ത്രപ്പഴം വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലായിരുന്നു. 5-6 നേന്ത്രക്കൊല ഇങ്ങനെ നമ്മുടെ ഒരു ഇറക്കലിക്ക് പോലുള്ള ചായ്പുള്ള ഒരു റൂമല്ല, ഇങ്ങനെ ഒരു നീളത്തിലുണ്ട്. അവിടെ ഇങ്ങനെ കൊലയായിട്ട് കെട്ടിയാതിരും. പിന്നെ ഒരു റോബസ്റ്റ് കൊല കെട്ടിയാതിരും. അങ്ങനെ ആ പഴമൊക്കെ ഞങ്ങൾ ഓണത്തിൻ്റെ ആ ടൈമിൽ 3-4 ദിവസം കൊണ്ട് ഞങ്ങളെല്ലാവരും തിന്ന് ഒരുവിധം പരുവാകും.
തവിട് പൊടിയോ തിന്ന് പടി അല്ല തിന്ന് പരുവായി കഴിയുമ്പോൾ ബാക്കിയാവണ പഴം എന്ന് പറഞ്ഞാൽ കറുത്ത് വരും. ലാസ്റ്റ് 5-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ബ്ലാക്ക് കളർ വരും. അപ്പം അങ്ങനെ ഈ അടിയിൽ മുണ്ട് ആരെങ്കിലും മുണ്ടുണ്ടാവും, കീറിയ മുണ്ട് ഇങ്ങനെ കെട്ടിയിടും. കണ്ടിട്ടില്ലേ? പഴമായിരിക്കും നിലത്ത് വീഴാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ കെട്ടിയിടും. തന്നെ അതിലേക്ക് ഉരിഞ്ഞു വീഴും. അപ്പൊ ആ ഉരിഞ്ഞു വീഴുന്നത് ഇപ്പൊ ചിലപ്പോ ഒരു 10-15 പഴം ഉണ്ടാവും. അല്ല എല്ലാം കൂടി അവസാനത്തെ ഒരു കൊല കഴിയുമ്പോഴാണ് അടുത്ത കൊലയിലേക്ക് കിടക്കുക. അങ്ങനെയാണ് പോവാട്ടാ. അവസാനത്തെ കൊലയിലത്തെ ഒരുവിധം പഴകൾ. അങ്ങനെ ഒരു ദിവസം പഴം ബാക്കി വന്നപ്പോൾ ഒരു ഓണത്തിന് പഴം ബാക്കി വന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് പഴംപ്രഥമൻ ഉണ്ടാക്കി തരാന്ന്. ആദ്യമായിട്ട് പഴപ്രഥമൻ അച്ഛൻ ഉണ്ടാക്കി. സൂപ്പറായിരുന്നു അച്ഛൻ. പായസം വയ്ക്കുന്നതിൽ അച്ഛൻ പൂജിയായിരുന്നു. പക്ഷെ പഴപ്രഥമൻ നമ്മള് സദ്യക്കായിട്ട് കഴിച്ചത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നിന്ന് പറയാം അത് ശരി നിന്ന് പറയുന്നത് അത് സുനിൽ സൂദ പറഞ്ഞില്ലേ, അത് എൻ്റെ ഒരു ആക്ടിങ് ഒരു വേറൊരു മെത്തേഡാണത്. ഒരു സംഗതി അവതരിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയെ ആളൊരു ഇംഗ്ലീഷിലൊരു പേര് പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ല. ഞാനത് സുനിൽ സൂദ ചായ മത്സര സാധനം സുനിൽ സൂദ ചായ മത്സര എല്ലാം കൊണ്ടിട്ട് നമ്മുടെ വീട്ടിൽ വന്നൊരു തോരൻ വയ്ക്കാന്ന് പറഞ്ഞിട്ട് വന്നപ്പോ ആള് ഇങ്ങനെ കസാലിരുന്നിട്ടല്ല പാചകം കഴിഞ്ഞ് കസാലിരുന്ന് ഞങ്ങളായിട്ട് വർത്താനം പറയുന്ന ടൈമില് എന്തോ ഒരു സംഗതി ഞാനൊരു കഥ പറയാൻ തുടങ്ങി. അപ്പം ഞാൻ ആളെ വട്ടത്തിൽ നിന്ന് ഇങ്ങനെയായിട്ട് കഥ പറഞ്ഞ് ഇങ്ങനെയായിട്ട് ഇങ്ങനെയായിട്ട് വരുന്നത്. അപ്പം സരിത പറഞ്ഞു അവിടെ നിന്നിട്ട് പറഞ്ഞൂടെ ആൾക്ക് ഇങ്ങനെയായിട്ട് നോക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ സുനിൽ സൗദ് അജു അങ്ങനെ പറഞ്ഞിട്ട് അതൊരു ആക്ടിങ് മെത്തേഡാണെന്ന് പറഞ്ഞു. ഇല്ലേ? പക്ഷെ എൻ്റെ ടെമ്പോ പോയി, ആ കഥ പറയാനുള്ള എൻ്റെ ഉഷാറ് പോയി, അത് ഓടിച്ചു. അപ്പോൾ പിന്നെ ആ കഥ നിന്ന് പോയി. അന്ന് 5 കൊല്ലം മുമ്പ് 5.5 കൊല്ലം മുമ്പ് അങ്ങോട്ട് നമുക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ടൈമിൽ 5 കൊല്ലത്തിന് ശേഷം ഞാൻ അതിൽ ക്ഷമ ചോദിക്കുന്നു. അപ്പൊ എന്താ രഞ്ജനിയില്ലേ സദ്യക്ക് ആദ്യമായിട്ട് പായസം കുടിച്ചത് പഴംപ്രഥമൻ. അപ്പൊ എന്താ രഞ്ജനിയില്ലേ ഈ അന്ന് കാലത്ത് സദ്യക്ക് ഓരോ വീടുകളിൽ സദ്യകളൊക്കെ ഉണ്ടാവും. ഞായറാഴ്ചകളിൽ ക്രിസ്ത്യൻസുകളിൽ, ഞങ്ങളുടെ ഏരിയ ക്രിസ്ത്യാനികളുടെ ഏരിയകളിലാണ് സദ്യ ഉണ്ടാവും. സദ്യ ഉണ്ടാകുമ്പോൾ ക്രിസ്ത്യാനികളുടെ കല്യാണം തന്നെ ഏറ്റവും മൂത്ത ആൾക്കാണ് എല്ലാ വീടുകളിൽ നിന്നും ഓരോരുത്തരും ക്ഷണിക്കുക, ഒരാളെയും ക്ഷണിക്കുക. ഏറ്റവും മൂത്ത ആൾക്കാണ് പോകാൻ അവകാശം. അപ്പോൾ ഇവിടെ പൊതുവെ പോകാനായിട്ടുള്ള അവകാശം വലിയേട്ടനാണ് കിട്ടുക, മൂത്ത ചേട്ടന്. വലിയേട്ടനായിരിക്കും എല്ലാ സ്ഥലത്തും പോയിട്ട് ഇറച്ചി മീനും ടേസ്റ്റ് ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാൾ. അതായത് ഒരു വീട്ടിലത്തെ ഞങ്ങളുടെ വീട്ടിലത്തെ മൂത്ത ആൾ. വേറെ വീട്ടിൽ അയലോക്കത്ത് മൂത്ത ആളുണ്ടെങ്കിൽ അവിടുത്തെ ആളായിരിക്കും. അച്ഛനമ്മമാരല്ല പോവുക അതിന്, മൂത്ത ആൺമക്കൾ അങ്ങനെയാണ് പോവുക കൂടുതൽ. പിന്നെ വേറെ ആഴ്ചയിൽ 2 ക്രിസ്ത്യൻസിന്റെ കല്യാണം ഉണ്ടെങ്കിൽ ഹിന്ദുക്കളുടെ കല്യാണം പിന്നെ അടുത്ത ആൾക്ക് രണ്ടാമത്തെ ആൾക്കാണ് അടുത്തതിന് ഒരു ദിവസം തന്നെ 2 കല്യാണം ഉണ്ടെങ്കിൽ 2 കല്യാണം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് ചാൻസ് കിട്ടും. 3 കല്യാണം ഉണ്ടെങ്കിൽ 3ാമത്തെ ആൾക്ക് ചാൻസ് കിട്ടും. 4 കല്യാണം 4ാമത്തെ ആൾക്ക് ചാൻസ് ഒരിക്കലും വരില്ല. നമുക്കൊന്നും ഒരു കാലത്തും പോലും ആ ഭാഗ്യം കിട്ടില്ല. പിന്നെ നമ്മുടെ അയലോക്കത്ത് 3-4 പേരെ ക്ഷണിക്കുന്ന ഇത് കിട്ടില്ലേ, അതിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അല്ലെങ്കിൽ ബന്ധുക്കളെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂട്ടത്തോടെ പോകും. അങ്ങനെയുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടില്ല. അപ്പോൾ എപ്പോഴും ഭാഗ്യം കിട്ടുന്ന മൂത്ത ആളുകളൊക്കെ ആയിരിക്കും അവർ ഭാഗ്യവന്മാർ. അവർക്ക് ഭാഗ്യം എന്താ പറയുക, അങ്ങനെ തൊണ്ട ഭാഗ്യം എന്ന് പറയും. അത് എല്ലാ കേരളത്തിൽ മൊത്തത്തിൽ അങ്ങനെ ഇരിക്കുന്ന എൻ്റെ ആ കാലഘട്ടത്തിൽ കഥ പറയാൻ എനിക്ക് വരുന്നു. അത് ഈ വഴി തുറന്നിട്ട് വേണം എനിക്ക് പോണെങ്കിൽ. അങ്ങനെ ഒരു ഞായറാഴ്ച ഒരു കല്യാണം വന്നു, മരത്താകര കല്യാണം വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബന്ധുക്കളെയാണ് കല്യാണം. അന്ന് എന്തോ ഒരു കുരുത്തക്കേടിന് ഇവർ ആദ്യത്തെ 4 പേര്, അതായത് വലിയേട്ടൻ, ചെറിയേട്ടൻ, അല്ലേട്ടൻ, ഷാജേട്ടൻ, ഇവർക്ക് 4 പേർക്ക് എന്തുകൊണ്ടോ ഒഴിവില്ല. എങ്ങോട്ടൊക്കെയോ അങ്ങനെയൊക്കെ പോയി. അവസാനം നറുക്ക് വീണത് എനിക്കായിരുന്നു. അല്ല, നമ്മുടെ ബന്ധുക്കളുടെയാണ്. പച്ചക്കറി സദ്യ അതത് അയ്യോ പച്ചക്കറി സദ്യ കിട്ടാന്ന് പറഞ്ഞ ഭാഗ്യല്ല. അങ്ങനെ ഞാൻ ആ കല്യാണത്തിന് സൈക്കിളിൽ ചവിട്ടിയിട്ട് മരത്താരിക്ക് പോകണം അടിച്ചു. അപ്പോൾ എനിക്ക് വീടറിയില്ലേ. ഞാൻ നേരെ ചെന്നിട്ട് അപ്പോൾ ഒരു 12 നേരം തന്നെയാണ് ചോറിനാണല്ലോ പോണത്. ചെന്ന് അപ്പോൾ മരത്താര ഈ പറഞ്ഞ ഏരിയയിൽ ഒരു വീട് കണ്ടു. വേഗം തന്നെ ചെന്ന് കൈ കഴുകി എല്ലാവരും ഈ ഇങ്ങനെയാണ്ട് അന്ന് ഈ മറ്റേ ബെഞ്ചിന് നമുക്ക് 10-13 വയസ്സുള്ള പ്രായം. 1983-82 കേട്ടോ കഥ പറയുന്നത്. അപ്പം ഞാൻ അവിടെ സാധാരണ പടി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അധികം പേരൊന്നുമില്ല സദ്യക്ക്. അപ്പോൾ അങ്ങനെ
അവർ വിളമ്പി ഇങ്ങനെ വരുന്നുണ്ട. വിളമ്പി വന്നിട്ട് ഒരാൾ എൻ്റെ മുന്നിൽ വന്നു. അപ്പം എനിക്കാണെങ്കിൽ പരിചയമുള്ള ആളുകളൊന്നും കാണാനില്ല. ഒരാൾ വന്നിട്ട് ചോദിച്ചു, നീ ഏതാ? അതായത് സദ്യ വിളമ്പാനായിട്ട് അവില കഴിഞ്ഞ എന്തിനാണ് വിളമ്പണ ആൾ പറഞ്ഞു, നീ ഏതാ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ താമരശ്ശേരി ഇവിടെ. നിൻ്റെ അച്ഛൻ്റെ പേരെന്താ? ശിവൻകുട്ടി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഇവരായിട്ട് എന്താ ബന്ധം? വിയത്തുകാരായിട്ട് എന്നിട്ട് ബന്ധം. അപ്പോൾ ഞാൻ ചതിച്ച ഇത് വിയത്തായിരുന്നോ? ഇത് വിയത്തിൻ്റെ കല്യാണമായിരുന്നു, വിയത്തുകാരുടെ കല്യാണമായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത ആള് വിളമ്പാണ്ട് മറ്റാൾ നിൽക്കല്ലേ അങ്ങനെ. എന്നിട്ട് ഈ താമരശ്ശേരി ഇവിടെ എന്ത് അവിടെയുള്ളതാണ് ഒരു മറ്റേ ഈ നമ്മുടെ കമ്പനി പിടിക്കുക എന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലായി, തെറ്റി കയറി നാണക്കേടായി. ഞാൻ സുഹൃത്തുക്കൾ അയ്യോ തെറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി സൈക്കിൾ എടുത്ത് ഓടി. അവരൊക്കെ ആദ്യം അതിന്റെ ഇടയിൽ നിന്ന് ഒരു ഓർഡർ. അപ്പൊ ഇവിടെ അടുത്ത് താമരശ്ശേരി കല്യാണം അതൊന്നും ചോദിക്കാൻ നമുക്ക് 10-13 വയസ്സുള്ള ആൾക്ക് നമുക്ക് എന്ത് ചോദിക്കാൻ പറ്റും? അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് സൈക്കിൾ ഇങ്ങനെ എടുത്ത് നേരെ പോയി കുഞ്ഞിനമ്പാറ വശത്തേക്കാണ്ട് സൈക്കിൾ ഓടി ഇങ്ങോട്ട് പോയി. അവിടെ കല്യാണ പന്തൽ കണ്ടിട്ടുണ്ട്. അവിടേക്ക് വന്നിട്ട് ഇനിയിപ്പോ വേറെ കല്യാണം ഒന്നുമില്ലല്ലോ വെച്ചിട്ട്. അപ്പൊ അവിടെയും ചോദിക്കില്ലേ? എങ്ങനെ ചോദിക്കും നമ്മള്? ആരുടെയും ചോദിച്ചൂടെ ഇന്നാളുടെ കല്യാണാണോ ചോദിച്ചൂടെ? അപ്പൊ പിന്നെ നാണം കേട്ടോ. വായിൽ നാവ് തന്നേക്കണ ദൈവത്തൊക്കെ ചോദിച്ചറിയാനാ. 10-12 വയസ്സുള്ള 12 വയസ്സ് 13 വയസ്സൊന്നും ഇല്ലൊരു ഇതില്ല. അന്ന് സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വീണ്ടും ആ വീട്ടിലേക്ക് കയറി. എന്നിട്ട് ആ വീട്ടിലേക്ക് കയറിയിട്ട് സദ്യ വിളമ്പി. അവിടെ ഇരുന്ന് സദ്യ വിളമ്പി, അധികം പേരുന്നില്ല. അങ്ങനെ വിളമ്പി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന ടൈമിലുണ്ട് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ കൂട്ടുകാരൻ. അവൻ്റെ നെറ്റത്ത് ഇങ്ങനെ ഭയങ്കര കുറിയും വരയ്ക്കുന്നു. അവൻ അജു നീ എന്തിവിടെ? അവര് പണിക്കന്മാരാണ്. അപ്പൊ ഞാൻ അജു നീ എന്തിവിടെ? എൻ്റെ മാമൻ്റെ കല്യാണം നിനക്ക് എങ്ങനെയാ ചോദിച്ചു. അവൻ്റെ മാമൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അവിടുന്ന് എണീറ്റ് ഓടിയിട്ട് ഇനി എവിടേക്ക് ചോറിനാണെങ്കിൽ കൊതി കൊണ്ടേ, ഭക്ഷണം കഴിക്കാനുള്ള കൊതി കൊണ്ടേ നമുക്കേ കണ്ണു കാണില്ലേ സദ്യ കാണുന്ന സദ്യക്ക് ഓടിക്കയറാനാ. അങ്ങനെ ഞാൻ മരത്താരം മുഴുവൻ കനകശ്ശേരി ഇങ്ങനെ ഇങ്ങോട്ട് മുഴുവൻ സൈക്കിളിൽ ചവിട്ടി കറങ്ങി അവസാനം ഒരു ഇടവഴി കൂടെ പോയിട്ട് ആ വീട്ടിലേക്ക് എത്തി. ആ സമയത്തായപ്പോൾ ഒരു നേരം കുറേ അവരിപ്പോ ഈ പെണ്ണ് സദ്യ ലാസ്റ്റായി കഴിഞ്ഞ പോലെ അവരാണെങ്കിൽ ഇത് കൊണ്ടുപോവാ മറ്റേ ഈ പെൺകുട്ടീനെ കല്യാണം കഴിഞ്ഞിട്ട് ചെക്കനും കൂട്ടരും കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ പെണ്ണിന്റെ വീട്ടുകാർ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പില്ല കൊണ്ടുവരാനായിട്ട് കൊണ്ടുവരാൻ. അപ്പൊ എനിക്ക് അവിടുന്ന് ഒരു ഗ്ലാസ് പായസത്തിന്റെ അവിടെ സദ്യയൊക്കെ കഴിഞ്ഞ പോലെ പായസം പഴപ്രധാനായിരുന്നു. ഒരു ഗ്ലാസ് അന്നത്തെ മറ്റേ നീല ഗ്ലാസ് ഇല്ലേ വേണ്ട ഇത്രയും നീല ഗ്ലാസ്, പച്ച ഗ്ലാസ്, ചുവപ്പ് ഗ്ലാസ്, ആ ഗ്ലാസ്സിലെ പായസം കുടിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ എത്ര ഗ്ലാസ് പായസം കുടിച്ചു? ഒരു ഗ്ലാസ് കുടിച്ചിട്ട് അങ്ങനെ എന്റെ സദ്യ വടി പിടിച്ചു. അങ്ങനെ ആശിച്ച് മോഹിച്ച ഒരു സദ്യ പോയി. പഴപ്രഥമൻ എന്റെ ആദ്യത്തെ പഴപ്രഥമൻ. ചേട്ടന്റെ ഈ ഒരു സ്വഭാവത്തിന് ഇപ്പോഴും മാറ്റില്ല ചേട്ടാ. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണ്ട, അല്ലെങ്കിൽ ചോദിക്കണ്ടേ. അത് ചേട്ടൻ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ കയറി ചോദിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ പലപ്പോഴും മാറി നിൽക്കുന്നുണ്ട്. ചേട്ടനോട് ഞാൻ പറയാം അത് ചോദിക്കുക അങ്ങനെ പറയും. പക്ഷെ ആള് നിൽക്കും അങ്ങനെ. അപ്പൊ അങ്ങനെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ചില സമയത്ത് പറയാണ്ടിരിക്കുമ്പോ ഇങ്ങനെ പല നഷ്ടങ്ങളും അല്ലെങ്കിൽ പല ഇതുകളും സംഭവിക്കും. അതെന്നെ പറഞ്ഞേ. എന്നിട്ട് പഠിക്കില്ലല്ലോ. അല്ല എന്നിട്ട് പഠിക്കാന്ന് പറഞ്ഞില്ലേ, അത് എന്റെ സ്വഭാവം ഇങ്ങനെ പോയി. അല്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ലാഭായില്ലേ ഇങ്ങോട്ട് വേണ്ടേ പഴം തോന്നോട്ടെ. അയ്യോ പൊളിഞ്ഞു തുടങ്ങിട്ടാ പഴം മതിയില്ലേ? നന്നായി വന്നോട്ടെ ഒന്ന് ഒരു 5 മിനിറ്റ് മതി. ശരിക്കും എന്താ കഴിഞ്ഞില്ലേ പുടയ്ക്കാൻ എളുപ്പമാണ്. കഴിഞ്ഞു പരിപാടി. അങ്ങനെയാണ് എൻ്റെ പഴപ്രഥമൻ പായസത്തിൻ്റെ കഥ. ഇപ്പൊ പിന്നെ ഞാൻ നോക്കാറില്ല ചേട്ടാ, ചേട്ടനെ നോക്കാറില്ല. ഞാൻ അത് പറയേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ഞാൻ തന്നെ കയറി പറയും. എനിക്കിപ്പോ ഇനി എന്തിട്ട് പേര് വേണമെങ്കിൽ എനിക്ക് വീണോട്ടെ എന്ന് വെച്ചിട്ട്. അല്ല ഇപ്പൊ ഞാൻ അന്നത്തെ കാലത്തല്ല, അന്ന് ഒരു അന്തർമുഖം പോലെ ആയിരുന്നു നമ്മളെ. അധികം വർത്താനം പറയുന്ന ടൈപ്പല്ല. പോണ്ടിച്ചേരിയിലേക്ക് പോകുമ്പോഴോ? അന്ന് എത്ര വയസ്സുണ്ട്?
2013 2013 12 കൊല്ലം മുന്നേ 43 വയസ്സ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല സരിത. വേണ്ട സമയത്ത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട കാര്യം ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ എന്തിട്ട് കിട്ടും? കിട്ടാനുള്ളത് കിട്ടും. അല്ല, ആ സിനിമയിൽ പറയുന്നില്ലേ? എന്ത്? ഏത് സിനിമയില? കഥയാണ്. കഥയാ? ചോദിക്കേണ്ട സാധനം ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ എന്ത് കിട്ടും? ഏത് സിനിമയിലത്തെ കാര്യം പറയണേ? സിനിമയിലത്തെയാണോ ഞാൻ വായിച്ച നോവലിലത്തെ ബെസ്റ്റ് ഒരു ഡയലോഗാണെന്ന് ആലോചിക്കുന്നത്. ഓർമ്മയില്ല. നല്ല രസമായിരിക്കും. അമ്മയാണ് സത്യത്തില് മാമുക്കോയ ചാണകം കിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ബാലേന്ദ്രമേനോൻ അതിലെ കൈക്കൂലിക്കാരനായിട്ടുള്ള ഒരു ഓഫീസറായിട്ടാണ് അഭിനയിക്കുകയാണ്. ആ സമയം അതാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ സിനിമയാണോ നാടകമാണോ അതോ ഈ കഥ ഇതിലത്തെയാണോ? അപ്പൊ നമ്മള് ചോദിക്കാണ്ടിരിക്കുന്ന ചില സമയത്ത് അപ്പൊ ഇതിനൊരു പാഠം പറയണേക്കും പാവം തോന്നാ. അല്ല, ആ ഒരു സമയം ആലോചിക്കുമ്പോഴേ സദ്യ അതും ആദ്യമായിട്ടൊരു ചാൻസ് കിട്ടി. ബാക്കി 4 പേരില്ലാണ്ട് അങ്ങനെ ആദ്യമായിട്ടൊരു ചാൻസ് കിട്ടി എൻ്റെ ഇതിൽ പോയിട്ട് സദ്യ ഉണ്ണാൻ പറ്റാണ്ട്. സദ്യ ഉണ്ണാൻ പറ്റാണ്ട് വന്ന അതിപ്പോ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന നാണക്കേടാണ്. അത് ഒരാളെ നമ്മളാരും ചോദിക്കില്ല ചെയ്യ ആൾക്കാരോട്. നമ്മള് വഴിയിൽ ചോദിക്കില്ലേ എവിടെ ഈ താമരശ്ശേരിക്കാരെ കല്യാണം, എവിടെ വീട്, അങ്ങനെ ഒന്ന് ചോദിച്ചാ പോരാ ആരോടെങ്കിലും. അതിനൊരു കുഴപ്പം. പണ്ടത്തെ ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ. ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല ആളുകൾക്ക് ഇവിടെ കല്യാണം നടക്കണ്ട. അറിയില്ല. പക്ഷെ പണ്ട് എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. ആ പ്രദേശത്തുള്ളവർക്ക് മുഴുവൻ അറിയാൻ പറ്റും. ഓരോ വീട്ടും പേര്, ഇന്നാളുടെ വീട്, അതൊക്കെ അറിയാൻ പറ്റും. പക്ഷെ കല്യാണത്തിന് അങ്ങനെ അധികം പേരൊന്നും ക്ഷണിച്ചിട്ടുണ്ടാവില്ലേ? ഒരു കല്യാണത്തിന് പറഞ്ഞ എണ്ണം പറഞ്ഞ ആളുകൾ അതെ ക്ഷണിച്ചിണ്ടാവില്ല. പക്ഷെ കല്യാണം നടക്കണ വീടൊക്കെ അറിയാൻ പറ്റും ആളുകൾക്ക്. അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇത്രയ്ക്ക് പ്രായമുള്ള ഞാൻ ചെന്നു ഉണ്ടായ സംഭവമാണ് ഇത്. അതിപ്പോ എനിക്കിപ്പോ എന്നോട് അന്ന് എനിക്ക് വഴി കൂടെ നടന്ന് മോഹൻലാൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചോദിച്ചു പോവാന്ന് പറഞ്ഞ പോലെ പോവാണെങ്കിൽ പോവായിരുന്നു. പക്ഷെ ആ ബുദ്ധി അങ്ങനെ അന്ന് തോന്നിയില്ലേ. അത്ര തന്നെ. എന്നാണ് തോന്നാ ബുദ്ധി. ഇത് നമുക്ക് എടുക്കാം അല്ലേ? പഴം എടുക്കാം നമുക്ക്. പുഴുങ്ങി പഴം ഇത് പുറത്തേക്ക് എടുക്കണം. എടുത്തിട്ട് എടുക്കാം അല്ലേ? അല്ലെങ്കിൽ ആവി കൈമിലേക്ക് വരില്ലേ? ഒരു മിനിറ്റ്. മൂടിയിരിക്കാതെ വരാം. നല്ല നാടൻ പഴം കേട്ടാ. അയ്യോ കുഴപ്പമില്ല. വരവ് പഴമല്ല. ഇതിവിടെ ഒരു വെക്കി ചേട്ടാ. എന്നിട്ട് 2 എണ്ണം എടുത്തു. ഇതിരിക്കാൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാറ ചെറുത്. ഈ പഴത്തൊലിയില്ലേ, ഇത് കോഴികൾക്കുള്ളതാണ് കേട്ടോ. ഈ പുഴുങ്ങിയ പഴത്തിന്റെ പഴത്തൊലി ഇഷ്ടമാണോ അവർക്ക്? പിന്നെ എല്ലാം ഇഷ്ടമായിട്ട്. പിന്നെ ഞാൻ ഒരു തവണ ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പഴപ്രദം പലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു തവണ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയിട്ടില്ലേ? ഉണ്ടാക്കിയിട്ടുണ്ട്. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണോ? അല്ലല്ല, വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. MS തൃപ്പണിത്തറയിലേ MS തൃപ്പണിത്തറ പഴപ്രദവൻ ആള് ഭയങ്കര പാചകക്കാരനല്ലേ. ആള് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പി പഴപ്രദവൻ അത് അച്ഛൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഏകദേശം. ഇപ്പൊ ഏത് മെത്തേഡിൽ ഉണ്ടാക്കാൻ പോണേ? ഇതിപ്പോ സാധാരണ അച്ഛൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ. കത്തിരുത് ഇതിൽ നടന്ന് പൊളിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ചോറില്ലേ അരി അതെടുത്ത് കളയാം. അത് ചൂടാറിയിട്ട് പോരെ? കൈ പൊള്ളിക്കണ്ട. പൊളിച്ചിടാനാ. പൊളിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊളിച്ചിട്ട് കഴിഞ്ഞിട്ട് വെറുതെ 4 പഴം എടുത്തിട്ടുള്ളൂട്ടാ. സരിതിക്ക് എനിക്കിപ്പോൾ അത്രയ്ക്കധികം കഴിക്കാൻ താല്പര്യം ഉണ്ടാവുമെന്ന് നോക്കാം. പറഞ്ഞു തരുന്നുണ്ടപ്പോൾ ചേച്ചി എനിക്കിത് വലിയ താല്പര്യമില്ല. സരിതയ്ക്ക് ഈ 4 പഴം കൊണ്ടുള്ള പായസമൊക്കെ മതി അങ്ങനെ പറയാൻ വരണേ വിചാരിച്ചു. ചൂടാറി അതല്ല തമാശ. നിങ്ങക്ക് ഞാനൊരു സാധനം കാണിച്ചു തരണ. ചേട്ടനോടല്ല, ഞാൻ നമ്മുടെ പ്രേക്ഷകരോടെ പറയണതേ. ഇവിടെ കുറച്ച് സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. വേറെ കുറച്ച് ഐറ്റംസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ട 2 മാങ്ങ അടക്കം. ഞാൻ ചോദിച്ചത് എന്തിനാണ്. അപ്പം പറയണെന്നിട്ടെന്നറിയോ, ഇതുകൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാം സദ്യക്കൊക്കെ കിട്ടണ പോലത്തെ. അപ്പോൾ പായസം കുറച്ച് കുടിക്കുമ്പോൾ ഒരു മട്ടപ്പ് വരുമ്പോൾ ഇത് തൊട്ട് നോക്കി കഴിഞ്ഞാൽ പിന്നെയും പായസം കുടിക്കാൻ പറ്റുന്നു. ഈ ആളാണ് ഇപ്പോൾ പറഞ്ഞത്. എനിക്ക് വലിയ താല്പര്യം ഉണ്ടാവും തോന്നുന്നില്ലാണ്. മുൻകൂട്ടി കണ്ടിട്ട് അതിനുള്ള സാധനമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ.
പൊളിച്ച് വെച്ചുട്ടാ. ഈ അരിയിൽ ഒന്ന് ചൂടാറി കഴിഞ്ഞ് വലിച്ചെടുത്ത് കളഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം പായസം. അപ്പോൾ ചൂട് പോകണ്ട, നമ്മൾ ഉരുളി പായസം വയ്ക്കുന്ന ഉരുളി അടുപ്പത്ത് വയ്ക്കുക കേട്ടോ. സരിതി ഒരു സാധനം എടുക്കാം, അങ്ങോട്ട് പോയി വെക്കാം. അപ്പോൾ നമുക്ക് ഈ പഴത്തിൻ്റെ ഉള്ളിലത്തെ ഈ അരിയില്ലേ അതൊന്ന് കളയാം. ചൂടാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതിൻ്റെ പുളിയുണ്ടെന്ന് പറയണ്ട ഈ സാധനത്തിന്. ചിലവരൊന്നും കളയില്ല. അതിലത്തെ കളഞ്ഞു ഇല്ലല്ലേ? ഞാൻ ആദ്യമായിട്ട് പായസം പഴപ്രഥമൻ കുടിച്ചത് എപ്പോഴാണെന്നറിയോ? ഇവിടെ ഇന്ദുവിൻ്റെ കല്യാണം ഉണ്ടായില്ലേ, വലിയേട്ടൻ്റെ മോൾ ഇന്ദുവിൻ്റെ, നമ്മുടെ വലിയേട്ടൻ്റെ മോളുണ്ട് ഇന്ദുവിൻ്റെ കല്യാണം 2011 കേട്ടോ. അപ്പം അതിന് പഴപ്രഥമനും പാലടപ്രഥമൻ ആയിരുന്നു പായസം അല്ലേ? ഇന്ദുവിൻ്റെ കല്യാണത്തിന് അതെ പഴംപ്രഥമനായിരുന്നു. എന്നിട്ട് അന്ന് ഈ പഴംപ്രഥമെന്ന് ഞാൻ അപ്പോഴാണ് കേൾക്കണേ. അപ്പം ഞാനത് ടേസ്റ്റ് ഉണ്ടാവില്ല വെച്ചാൽ കുടിച്ചൂലിയ. പായസം ബാക്കി വന്നത് എല്ലാവരും ബാക്കി വന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോയ കൂട്ടത്തിൽ ഞാൻ കൊണ്ടുവന്നൂലി. അത് എൻ്റെ അടുത്ത് പിന്നെ രാഗിയ പറഞ്ഞ, സജീവൻ്റെ രാഗിയ പറഞ്ഞ പഴംപ്രഥമൻ ഭയങ്കര ടേസ്റ്റാണ് ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അയ്യോ നഷ്ടം ഇത് തോന്നി. അയ്യോ അത് കുടിച്ചു ടേസ്റ്റ് പോലും നോക്കിയില്ലല്ലോ എന്ന്. അവിടെ നിന്ന് ഒരു 4 ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ നിൽക്കണാറുണ്ടേ, അവൾക്ക് പഴംപ്രഥമൻ കുടിക്കാൻ തോന്നിയിട്ട് അവൾ ഉണ്ടാക്കി. അപ്പം ഞാനൊന്ന് കുടിച്ചില്ല, അങ്ങനെ അബദ്ധം പറ്റിയെന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ എനിക്ക് കുറച്ച് കൊണ്ടുവന്ന് തോന്നു ഉണ്ടാക്കിയപ്പോൾ. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കുടിച്ചത്. അപ്പോഴാണ് ഇത് ഇത്ര ടേസ്റ്റുള്ള സാധനമാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഉരുളി 2 പോവാട്ടാ. നെയ്യ് ഒഴിക്കാൻ പോകണോട്ടാ. ഈ പഴം മിക്സിയിലടിക്കണ്ടേ? മിക്സിയിലടിക്കുന്നു വേണ്ടേ? മിക്സിയിലെ പണ്ട് സദ്യകൾക്ക് മിക്സിയിലടിച്ചിട്ടാണോ? 1 കിലോ നെയ്യാണ് അതിൽ നമ്മുടെ ജഗദീഷ് പറയണേ. 1 കിലോ നെയ്യ്? നെയ്യ് മുട്ടിച്ചാവാൻ ആളുകൾ. അല്ല ഈ പഴം എങ്ങനെ ചേട്ടൻ തുറച്ച് ചെയ്യാൻ പോണേ? ഇടും ഈ പഴ ഉടയ്ക്കാണ്ട. അപ്പൊ ഇതിൽ വലിയ വലിയ കഷ്ണങ്ങൾ എടുക്കും. അത് പടയും അതിൽ കിടന്നിട്ട് കാണിച്ചു തരാന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡവറയിലിട്ട് ഉടച്ചിട്ട് അതിലേക്ക് ഇടാം. മിക്സിയിൽ അടിക്കണ്ട. ഇത് പഴം വിഷപ്രകാരം ഇത് വെറുതെ ഉടയ്ക്കാന്ന് പറയുന്നത്. വേണ്ട, ഉടയ്ക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നിട്ട് അതിലിട്ടിട്ട് കുത്താൻ നിൽക്കണ്ടേ? അത് തന്നെ ഉടയും. അതിനേക്കാളും വരെ നമുക്ക് ഇതിലാകുമ്പോൾ ഇങ്ങനെ സമാധാനമായിട്ട് ഇങ്ങനെ ഉടച്ചുകൂടെ. ഉടയണമൊന്നുമില്ല കേട്ടാ മോനെ. അതൊക്കെ ഉടയറി. അതല്ല ഞാൻ ചോദിക്കുന്നത്, ശർക്കര അതില് വെച്ചോ. ആ ഇഡ്ലി ചെമ്പില്. ഇഡ്ലി ചെമ്പ് എന്തായാലും കരി പിടിച്ചൂലോ. ഇത് ഉടയ്ക്കുമ്പോഴേക്കും ഈ അടുപ്പത്തെ ഇഡ്ലി ചെമ്പിലത്തെ വെള്ളം കളഞ്ഞോ. അത് സാരില്ല. ആ ഉരുളി ഇറക്കിയേക്ക് അടിയിലേക്ക്. അതേ അല്ല, ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞതാ. എന്ത്? നമ്മൾ ഈ ഉരുളിയിൽ നിന്ന് മാറ്റി വയ്ക്കിൻ്റെ ശർക്കര നീര് ഉരുക്കണം. അത് ശരിയായില്ല, അല്ലെങ്കിൽ അതുമായിട്ട് യോജിക്കില്ല. ഞാൻ ശർക്കര ഉരുക്കാന്ന് പറഞ്ഞായിരുന്നു. ഇത് പറഞ്ഞാൽ അത് നേരിട്ടിടാന്ന് പറഞ്ഞു. അല്ല, ചേട്ടൻ പറഞ്ഞു ഉരുക്കണ പാത്രത്തിന്റെ അടിയിൽ കരിയുള്ള പാത്രങ്ങളുടെ എണ്ണം കൂടുതലല്ലോ. ഈ ശർക്കര പിന്നെ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത നേരെ ചേർക്കാലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരെ ഇടാന്ന്. ശർക്കര 1/2 കിലോ അല്ലേ? ഭയങ്കര പാക്കിങ്ങും കൂടിയിട്ടാണ് കേട്ടോ അവരെ. അടിപൊളിയാണ് കേട്ടോ അവരുടെ ശർക്കര. പഴപ്രഥമന് മധുരം ഇത്തിരി കൂടുതൽ വേണം കേട്ടോ, അല്ലെങ്കിൽ പുളിപ്പോടും. അതെന്തിനാ? പാകത്തിന് മധുരം മതി ചേട്ടാ. അത്രയ്ക്കും എടുക്കുള്ളത്. കുറച്ച് ബാക്കി വെച്ചിട്ട് ശർക്കര ഉരി തുടങ്ങിയിട്ടാ. അതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇറക്കാം നമുക്ക് ഉരുകിയിട്ടാ. അപ്പോൾ നമുക്ക് ഈ സാധനം കൊണ്ട് ഇറക്കിയിട്ട് നമ്മുടെ മാറ്റി വെച്ച ഉരുളീനെ നമുക്ക് വീണ്ടും അടുപ്പിലേക്ക് വെക്കാം. ശർക്കര നീര് ഒഴിക്കാം കേട്ടാ. ധരിക്കേണ്ട ആവശ്യമില്ല ചേട്ടാ. അപ്പൊ ഉരുളിയില് അങ്ങനെയാണെങ്കിൽ ശർക്കര ഒരിക്കാൻ മതിയായിരുന്നില്ലേ?
അല്ല അതിന് ഓരോ ക്രമങ്ങളുണ്ട് ഓരോന്ന്. മുരളിയിൽ ശർക്കര നീര് ഉരുക്കി ഇത് മാറ്റി വെച്ചിട്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ല എൻ്റെ ഒരു ഡൗട്ടാണത്. ഉരുളിയിൽ നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കി, ആ ശർക്കര ഉരുക്കിയിലേക്ക് നമ്മൾ നെയ്യ് ചേർത്തു, എന്നിട്ട് ഈ സാധനം ഇട്ടിട്ട് അതിൽ വരട്ടിയെടുത്തു. അങ്ങനെ ചെയ്തൂടെ? അല്ല അതിപ്പോ ഓരോരുത്തര് ചെയ്യുന്ന പരിപാടികൾ കണ്ടിട്ടില്ലേ, അങ്ങനെ പല പല രീതികളില്. തുടക്കം വെളുത്തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി. അല്ല ഞാൻ ഇതിന്റെ കാര്യം വെച്ചാൽ വെളുത്തുള്ളി വെളിച്ചെണ്ണ കാര്യം വിട്, ഇതങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ഒരു സംശയം. ഒന്നും പറയാ, എല്ലാം കൂടി ഒരുമിച്ചിട്ടാക്കിയാലും കുഴപ്പമില്ല. ടേസ്റ്റിന് വല്ല മാറ്റം ഉണ്ടാവും ചോദിച്ചാൽ ചേട്ടാ എനിക്കറിയില്ല. നോക്കിയാ ഇവിടെ ഇടിച്ച് അതിനെ പരുവാക്കി കണ്ട, മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ പല ഇത്ര ഭംഗിയിൽ കിട്ടിയത് എനിക്ക് കേട്ടാ. നമ്മള് പഴം ഇതിലേക്കിട്ട് ഇളക്കി ചേർക്കണു. കാണാൻ തന്നെ ഭംഗിയില്ല തരുത ഇല്ലേ? പഴം കട്ടയാ അതൊക്കെ അലിയും. പണ്ടത്തെ പഞ്ചാമൃതം പൊടിയിട്ടാണ്. ഇനി ഓരോ ഉപമ തുടങ്ങിയ ചേട്ടാ. ഇവിടെ പായസം ശർക്കരയും നേന്ത്രപ്പഴം വരട്ടി പരുവായി. അപ്പോൾ നമ്മളിവിടെ നാളികേരം പാല്, രണ്ടാം പാല്, ഒരു 3 നാളികേരത്തിൽ പാലുണ്ട് കേട്ടോ, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒന്നുകൂടി ഒഴിക്കാം. ഒഴിക്കില്ല, ഇടയ്ക്കിടയ്ക്കായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഒരു മാങ്ങ അരിഞ്ഞു, അത് മതി. ഉണ്ട്. അത് വേണ്ട, എന്തോരച്ചാർ വേണം, എനിക്ക് ആവശ്യമൊന്നുമില്ല. നമുക്കത് ആക്കിട്ടേ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണേ, പക്ഷെ നല്ല രസം ചേട്ടാ. ഒരവിടെ അരിയട്ടെ, എന്തായാലും ഉണ്ടാക്കല്ലേ, എന്തായാലും ഉണ്ടാക്കാണല്ലോ. ഇവിടുത്തെ അച്ചാർ ഭയങ്കര രസമാണ്. ഇളക്കി ഇത്രയ്ക്ക് ആയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നാളികേരം പാൽ ഒഴിക്കാം. നാളികേരം പാലേ ഇത്തിരി നാളികേരം കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സരിത പറഞ്ഞാൽ ഇത്തിരി കട്ടി കുറച്ച് ഉണ്ടാക്കിക്കോളാം ഇറക്കുമ്പോഴേ. ഈയിടെയായി നമ്മൾ ഉണ്ടാക്കുന്ന പായസങ്ങളെല്ലാം ഭയങ്കര കട്ടി വരിക, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അതതിന് അത്രയ്ക്ക് പറ്റുമ്പോഴത്തേക്ക് ഇറക്കിയാൽ മതി. ഇറക്കിയപ്പോൾ തന്നെ ഈ ഉരുളിന്ന് മാറ്റാൻ വേണം, നമ്മൾ മാറ്റാറില്ലേ, അതുകൊണ്ടാ ഇതിലിരുന്ന് പറ്റണേ. അല്ല പിന്നെ നല്ല കട്ടിയിലാണ് നമ്മൾ ഇറക്കണത് എപ്പോഴും. അപ്പൊ ഇതിലിരുന്നിട്ട് ഒന്നുകൂടി ഭയങ്കര കട്ടിയോ. അപ്പൊ ഇത്തിരി കഴിയുമ്പോഴേ പായസം കുടിക്കാൻ പറ്റില്ല, ടീസ്പൂണോട് കോരി കഴിക്കണം, അതുപോലത്തെ പരിവവും. കല്ലുപ്പിടാം. 1 പാല് കലക്കിയിട്ടാണോ ഇതിടാൻ പോണേ ചേട്ടാ? ഏലക്കായ പൊടി എങ്ങനെ വേണിതാക്കാം. ഇതിലേക്ക് ഏലക്കായ പൊടി ഇടാൻ പോകും കേട്ടോ. 1 പാല് കലക്കിയിട്ടാണെങ്കിൽ ഒഴിക്കാം. ഈ കട്ടി അതിൻ്റെ ഈ കട്ടി എന്തോരം വേണമെങ്കിലും കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. കട്ടി കുറയ്ക്കണം തരില്ല, അത്ര മതിയില്ല. അത് കുറയും. 1 പാല് ഒഴിക്കുമ്പോ തന്നെ കട്ടിയാവും. 1 പാല് ഞാൻ ഒന്നുകൂടി അരിക്കണേ. അയ്യോ വേണ്ടായിരുന്നു, ആ കട്ടിയുള്ള ഭാഗമൊക്കെ അതിൽ പോവും. അരിപ്പയില് നാളികേരത്തിന്റെ പീരി ഉണ്ട് അതില്. ഞാൻ പിഴിഞ്ഞപ്പോഴേ എന്റെ കൈ തെറ്റിയിട്ട് അത് ഉണ്ടെങ്കിലോ.
പായസം തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഇറക്കാം. കഴിഞ്ഞു. നമുക്കിവിടെ ഇറക്കി വെച്ചിട്ട് കാച്ചാം. ഇറക്കട്ടെ? എന്നോട് ചോദിക്കണേ? നിന്നോട് ഞാൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞുള്ള പരാതിയാണല്ലോ ആളുകൾ. പായസം ഇറക്കി. ഇത് നമ്മൾ ഇത് അടുപ്പത്ത് വയ്ക്കണം. അതിറങ്ങി പോകും. ഏയ് പ്രധാനം പോയില്ലേ ശരിക്കും? ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാനുണ്ടാവും. മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവില്ല ചേട്ടാ? അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ സദ്യക്കൊന്നും പോണ പായസത്തിലൊന്നും അങ്ങനെ ഇല്ല. ശരിക്കും കുറുകുറു പായസ സാധനം പോലും കടിക്കാണ്ടാവില്ല പഴം പ്രഥമനില്. ചിലര് ഈ മറ്റേ വലിയ അരക്കണതില്ലേ അതിലിട്ട് അരക്കും. നല്ല കറുത്ത ശർക്കര ഉപയോഗിക്കും. അപ്പൊ ബ്ലാക്ക് കളർ ആയിരിക്കും. ഇതൊന്നും ഇവിടെ അത്രയും കറുപ്പല്ലല്ലോ. അയ്യോ അരിക്ക് നെയ്യ് ഒഴിക്ക്. 2 ടീസ്പൂൺ നെയ്യ് മതി അല്ലേ? പോരാ, 3 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ആളിയരങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് സരിത. അപ്പോൾ നമുക്കത് ഇപ്പരിക്കിടാതാ. ഇത് മൂത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ അച്ചാറിലേക്കുള്ള പൊടിയില്ലേ ഇതായിട്ടാ. അപ്പം ഞാൻ ഇതിലേക്ക് ചേർക്കാണ്. ചേട്ടൻ്റെ ദീർഘവീക്ഷണം. എന്താ അല്ല, പായസം കുടിക്കണതിൻ്റെ ഒപ്പേ ഒരു പൊട്ട്. എൻ്റെ അമ്മേ, അങ്ങനെ അവിടെ പഴപ്രഥമൻ സെറ്റായിരിക്കുന്നു. നമ്മുടെ ചീഞ്ചട്ടി ചൂടായിട്ടാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര ചൂടായി. അപ്പോൾ നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കടുക് ഇതിലിടുന്നു കേട്ടോ. അതിലെടുത്ത് പൊട്ട ഭയങ്കര ചൂടായി. ഒന്ന് ചൂടാറിയിട്ട് പൊടികൾ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പൊടിയൊക്കെ കരിയും. ഈ പൊടി ഇടാട്ടാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ തോന്നലായിരുന്നു. കടുക് കരിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ഇനി ഇടാം. ഇതിടണം കേട്ടോ. പൊടിയും കരിയോ ഇനി? ഇതിടണം. പക്ഷെ ചൂടായിട്ടിരിക്കണ ഇതിലേക്ക് ഇടരുത് കേട്ടോ. ശരിക്കും മാങ്ങ അങ്ങനെയല്ലേ, മാങ്ങ വേവില്ലേ? എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആക്കിയത് അവിടെ വയ്ക്കും. എന്നിട്ട് ചീഞ്ചട്ടിയൊക്കെ നന്നായി ചൂടാറിയതിന് ശേഷം മാങ്ങ ഉപ്പിലിട്ട് മുന്നേ വെച്ചിട്ടുണ്ടാവും, ഉപ്പിട്ടിട്ട്. എന്നിട്ട് ആ ഉപ്പിട്ട മാങ്ങ ചേർക്കുക ചെയ്യാം. അല്ലേ മാങ്ങയെ വേവുമ്പോ അതിന്റെ ടേസ്റ്റ് പോവും. ആ കൂട്ടി പിടിക്കണ തുണി കൊണ്ടൊന്ന് പിടിച്ചൂടെ? വട്ടപ്പാലം തിരിയുന്നുണ്ടില്ലേ? ഉപ്പിടുമ്പോൾ ഇത്തിരി വെള്ളം കിരിട്ടാ. ഉപ്പിടുമ്പോഴേ ഇത്തിരി വെള്ളം കിരിക്കും. പൊട്ട് വിനാഗിരി ഇതിൽ ഒഴിക്കുന്നുണ്ട്. ഞാൻ ഈ ചീഞ്ചട്ടിരിക്കുന്ന ഒഴിക്കുന്നത് ബൗൾ കൊണ്ടിരിക്കും. ഒരു പൊട്ട് ഞാൻ ഒരു ചെരുപ്പിട്ടിട്ടാണോ വന്നത് ദൈവമേ? അല്ല അല്ലേ, വിനാഗിരി ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു പൊട്ട് ഒഴിക്കുന്നുണ്ട്. പായസം ഞാൻ ഇതുമാതിരി കുത്തി ഉടച്ചിട്ട് അല്ല, പായസമല്ല, പഴം ഇത്ര കുത്തി ഉടച്ചിട്ട് പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ എടുക്കണം. ശരിക്കും പഴം മിക്സിയിൽ അടിച്ചെങ്കിലേ എന്തൊരു നല്ല പായസമായി. ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല. അല്ലല്ല, ഇത് കടിക്കും. പഴം കടിക്കാൻ പാടില്ല. കടിക്കാണ്ട് ഇങ്ങനെ നല്ല കുറുകുറു തന്നെ ഇരിക്കണം. അങ്ങനെയാണ് നമ്മള് സദ്യക്കൊക്കെ കഴിച്ചിട്ടുള്ളത്. നാളേരെ കൊത്ത് ഭയങ്കര കുറവാ, കുറച്ചുകൂടി വേണ്ടത് വരും. കുടിച്ചിട്ടില്ല നീ? വായിലേക്ക് പോയിട്ടില്ല. ഇത് നോക്കി കണ്ടിട്ടാണ് അപ്പടി അഭിപ്രായം പറയുന്നത്. ഉപ്പ് കറക്റ്റാ? ഉപ്പ് ഇതിൻ്റെ നിനക്ക് പറയാൻ പറ്റുമോ? ഉപ്പ് കുറവാണ് അല്ലെങ്കിൽ മറ്റേത് കായപ്പൊടി കുറവാണെന്നൊക്കെ പറയാൻ പറ്റും നിനക്ക് നോക്കിയിട്ട്? ആ പിന്നെന്തില്ല, ഉപ്പ് കുറവാ. എന്ത് ഉപ്പാ? ഉപ്പ് തിരുവിടുണ്ട്. ഉപ്പ് അത്യാവശ്യം കുറവുണ്ട്. പായസം കുടിക്കുമ്പോഴേ പായസത്തിന്റെ മധുരം തലക്കടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരില്ലേ? അപ്പൊ ഇതെടുത്ത് കഴിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ അച്ചാർ, ടച്ചിങ്സിന് വേണ്ടിയിട്ടാണ് ഈ അച്ചാറുണ്ടാക്കിയാണത്. മനസ്സിലായ? അല്ലാണ്ട് ഈ അച്ചാറും പായസമായിട്ട് യാതൊരു ബന്ധല്ലേ. കുടിക്കലെടുത്തിട്ട് കുടിക്ക്.
എന്താണ് നിന്റെ അഭിപ്രായം? കുഴപ്പമില്ല, മധുരം പാകത്തിനല്ല, പാകത്തിനാണ്. ഭയങ്കര ചൂട്. അത് ഇത് കുടിച്ചിട്ട് തലക്ക് അടി വരുമ്പോൾ അത് കഴിച്ചാ പോരെ? അങ്ങനെയല്ല. ഏത് അച്ചാറാ? അങ്ങനെയല്ല, എനിക്ക് ജഗു അച്ചാർ കഴിച്ചാൽ ഇത് പോവാനാണ് പായസം കുടിക്കണം. രസല്ലേ? ചൂട് അല്ലേ? ചൂടാണ്, ചൂടിക്കാൻ പറ്റുള്ള. നാളികേരം കൊത്ത് കുറവാണ്, ഇത്തിരി കൂടുതലിടായിരുന്നു, കടിക്കല് കുറവാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എന്തിട്ടാ എന്നോട് പറഞ്ഞത്? നേരത്തെ വന്ന ഭാഗത്തിപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ നിഷേധിക്കുന്നില്ലേ. അല്ല, അച്ചാറ് തിന്നാം, ചൂടാറിന് വരെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടേ? ചൂടാറി ഞാൻ വിളിച്ചു കേൾക്കാം. അച്ചാറ് സൂപ്പർ, അടിപൊളി അച്ചാറല്ലേ? കൊതിയോ. കുപ്പിയിലാക്കി ഫ്രിഡ്ജിലേക്കാം. ഉപ്പ് ഇത്തിരി കൂടി ആവാൻ തോന്നുന്നു, പുളി മുന്നിക്ക് നിൽക്കണം. ഈ ഇത്തിരി മറ്റേ ഇത് ചൊറുക്ക വിനാഗിരി ഇല്ലേ, അത് ചേർക്കണത്തിരി. ചേർത്തിട്ടില്ല ഒട്ടും? ചേർത്തുണ്ട്. അല്ല, ചേർത്തൂന്ന്. അപ്പൊ ഇനിയും ചേർക്കണം എന്നാ? അത് ചേർക്കുമ്പോഴേ ടേസ്റ്റ് കൂടാ. അതിന് ചേർത്തല്ലോ. ചേർത്തു. ഇനി ചേർക്കണ്ടെന്നാ പറഞ്ഞേ. ഞാൻ ചേർത്തൂലോ. ചേർക്കണ്ടെന്നാണോ പറഞ്ഞേ? അത് ചേർക്കണമെന്ന്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പറഞ്ഞേ. ചേർത്ത് കഴിഞ്ഞാണ്. ഞാൻ വിനാഗിരി ചേർത്ത് കഴിഞ്ഞാണ്. അപ്പൊ നിന്നോട് പറഞ്ഞത് നീ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വിനാഗിരി ചേർക്കണം, അതുകൊണ്ടാണ് ടേസ്റ്റ് അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടായിട്ട്. ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി എനിക്ക്. മറ്റേ സിനിമ കാക്കക്കൂലിത്തെ ഓർമ്മ, താക്കോല്. ഇപ്പൊ താക്കോല് എവിടെ ഇരിക്കണത്? അവിടെ ചൊറുക്ക ഇപ്പൊ എവിടെ ഇരിക്കണത്? അവിടെ തന്നെ ഇരുന്നോട്ടെ, അവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പൊ നിങ്ങള് നിർത്താലും നമുക്ക് അടിപൊളിയില്ല, കുഴപ്പമില്ല. ആയപ്പോൾ അതിലത്തെ കഷ്ണങ്ങൾ എടുക്കണത് കൊള്ളുമ്പോ ചൂടാറിയിട്ട് സമാധാനമായിട്ട് ആസ്വദിച്ച് കുടിക്കാം. ഇത് ആസ്വദിച്ച് കുടിക്കണം, നല്ല പോലെ ചൂടാറിയിട്ട് കുടിക്കുക പായസം. അപ്പോൾ നമുക്ക് നിർത്താം. അടിപൊളി പായസം കേട്ടാ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിക്കോ. പഴപ്രഥമൻ, പഴം ബാക്കി വലിയ കറുത്തിട്ടൊക്കെ ഇരിക്കില്ലേ വീട്ടിൽ തിന്നാനാളിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പായസം ഉണ്ടാക്കി വയ്ക്കുക. അതന്നെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നാളികേരപ്പാൽ പിഴിയണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് അഥവാ കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് വരട്ടി എടുത്ത് വയ്ക്കാൻ പറ്റും ഫ്രിഡ്ജ്. അലുവ പോലെ വരട്ടി എടുത്ത് വയ്ക്കണേ കഴിക്കാനല്ലത്. കഴിക്കാൻ പെട്ടെന്ന് പറ്റിയില്ലെങ്കിലുള്ള കാര്യം പറഞ്ഞ ബാക്കി വന്നെങ്കിൽ ഈ അച്ചാറുണ്ടാക്കി എന്താ നമുക്കത് കിട്ടാണ്ട് അവന് കിട്ടിയത് വായല് തളയണൊക്കെ വായന്ന് എടുത്ത് കളയാ. എന്ത് കുട്ടിയത്, എന്തൊരു ടേസ്റ്റ് ആ സാധനം കടിക്കാന്നറിയോ? നാളികേരം കുത്ത് കഴിക്കാൻ. അപ്പൊ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ. നന്ദി, നമസ്കാരം.